ഒരു സാധാരണ സ്ത്രീ എങ്ങനെ ലോകം വണങ്ങുന്ന ആറ്റുകാലമ്മയായി? മധുര ചുട്ടരിച്ച ആ ക്രോധം എങ്ങനെ ആറ്റുകാലിലെ വാത്സല്യമായി മാറി? മാധവിക്കായി സർവസമ്പത്തും നഷ്ടപ്പെടുത്തി തിരിച്ചെത്തിയ കോവലനെ കണ്ണകി സ്വീകരിച്ചത് സ്വർണ്ണ ചിലമ്പ് നൽകിയാണ്. എന്നാൽ വിധി അവനെ കള്ളനാക്കി. രാജാവിന്റെ ഒരൊറ്റ ഉത്തരവിൽ നിരപരാധിയായ കോവലൻ വധിക്കപ്പെട്ടു. അലറിക്കരഞ്ഞുകൊണ്ട് രാജ്യസഭയിലെത്തിയ കണ്ണകി തന്റെ രണ്ടാമത്തെ ചിലമ്പ് തകർത്തു. രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളായിരുന്നെങ്കിൽ കണ്ണകിയുടേതിൽ നിന്ന് തെറിച്ചത് ചോര നിറമുള്ള മാണിക്യ കല്ലുകളായിരുന്നു. അന്യായത്തിന് സാക്ഷിയായ രാജാവ് മരിച്ചു വീണു. പക അടങ്ങാതെ കണ്ണകി മധുരയെ അഗ്നിക്കിരയാക്കി. ലോകം വിറച്ച ആ ക്രോധം ശാന്തമാക്കാൻ സാക്ഷാൽ മധുര മീനാക്ഷി ദേവി തന്നെ നേരിട്ടെത്തി. ദേവിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെത്തിയ കണ്ണകി ആറ്റുകാലിലെ കിള്ളിപ്പുഴ തീരത്ത് ഒരു ബാലികയായി കാരണവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പുഴ കടത്തിവിട്ട ആ ബാലിക അപ്രത്യക്ഷയായി. അന്ന് രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി തനിക്ക് വസിക്കാൻ മണ്ണിൽ 3 വരകളിട്ട് അടയാളം കാണിച്ചു കൊടുത്തു. ആ പുണ്യസ്ഥാനത്താണ് ലോകപ്രശസ്തമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഉയർന്നത്. അനീതിക്കെതിരെ പൊരുതിയ ആ വീരനായിക ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തരുടെ ആശ്രയമാണ്. മധുരയെ ദഹിപ്പിച്ച ആ അഗ്നി ഇന്ന് ഓരോ പൊങ്കാല അടുപ്പിലും ഭക്തിയായി ജ്വലിക്കുന്നു.